അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ ഏട്ടാ? പിന്നെ നല്ല വിവരങ്ങളല്ലേ. പറ്റാവുന്നിടത്തൊക്കെ കയറി ചെന്ന് മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചും പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മ. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ? മനീഷയുടെ അച്ഛൻ വിളിച്ചിരുന്നു. അവിടെ വീട്ടു ജോലിക്കാരെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു ചെന്നുത്രേ. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. അവർ UK-യിൽ മകളുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞു. അമ്മ നമ്മളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതൊന്നും എല്ലാവരും വിശ്വസിക്കണമെന്നില്ല ഇന്ദ്രേട്ടാ. പലർക്കും അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. അമ്മയെ തന്നെയാവും എല്ലാവരും മോശക്കാരിയായി കാണുക. അതും മക്കൾക്ക് നാണക്കേട് തന്നെയല്ലേ സോനെ. അമ്മ ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോ മക്കളിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാന്ന് ചിന്തിക്കില്ലേ ആളുകള്? അതെ, മക്കളുടെ കഴിവുകേടാണെന്ന് പറയുമ്പോ തന്നെ മരുമക്കളെയായിരിക്കും കൂടുതൽ പഴിക്കുന്നത്. അമ്മയും മക്കളെക്കാൾ കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് മരുമക്കളെയായിരിക്കുമല്ലോ. ഏട്ടന് അമ്മയുടെ കാര്യം പറയാൻ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിച്ചിരുന്നോ? സച്ചി സാറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു. അമ്മ അവിടെ കയറി പറ്റാനുള്ള പദ്ധതിയുമായിട്ടാണ് ചെന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാ അദ്ദേഹം എന്നെ വിളിച്ചത്. അല്ല, ഇന്ദ്രേട്ടൻ എന്ത് പറഞ്ഞു? ഒരു കാരണവശാലും അവിടെ നിർത്തരുതെന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ ആ കുടുംബത്തിൽ കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നേ? എന്നിട്ട് സച്ചി സാർ അമ്മയെ ഇറക്കി വിട്ടോ ഏട്ടാ? അതെനിക്കറിയില്ല. അദ്ദേഹം എന്തായാലും അമ്മ അവിടെ നിർത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ആരും അടുപ്പിച്ചില്ലെങ്കിൽ അമ്മ ഈ രാത്രി എന്ത് ചെയ്യും? അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം വീടില്ലേ സോനെ? ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. മിക്കവാറും അതിന് സാധ്യതയില്ല. ബുദ്ധിയും വിവേകവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോഴാണെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ആളുണ്ടല്ലോ. ആ ഹർഷ, അവിടേക്കാവും ഇന്ന് തിരിച്ചു പോകുന്നത്. എവിടെങ്കിലും പോട്ടെ സത്യ, നമ്മൾ നിയന്ത്രിച്ചാലൊന്നും അമ്മ നിൽക്കില്ല. എത്ര കാലം ഹർഷ അമ്മയെ സംരക്ഷിക്കുന്നു നമുക്ക് നോക്കാം. സ്വന്തം മക്കള് സഹിക്കാത്ത അമ്മയെ അവൾ അധിക കാലം സഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹർഷയ്ക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും ഇന്ദ്രേട്ടാ. അതുകൊണ്ടാണല്ലോ അവൾ അമ്മയും കൊണ്ട് നടക്കുന്നത്. അവളുടെ ഒരു ലക്ഷ്യവും ഇനി നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശമായിട്ട് ഹർഷ ഇനി ഈ കുടുംബത്തിൽ കയറി വന്ന ഇന്ദ്രൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്ദ്രനെ വിളിച്ച് അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചേക്കാം. അല്ലെങ്കിൽ അത്താഴം കഴിഞ്ഞ് ആൻറ്റി തന്നെ വീട്ടിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാലും മതി. അതെന്തിനാ രവി? എൻ്റെ മക്കള് കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അവരാരും പിന്നെ എന്നെ അന്വേഷിച്ച് വന്നിട്ടുമില്ല. പിന്നെ ഞാനെന്തിനാ അവരെ വിളിച്ച് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുന്നത്? അല്ല, ഈ വീട്ടിലുള്ളവർക്കൊരു മര്യാദ ഇല്ല ആൻറ്റി. അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് ആൻറ്റിയുടെ വീട്ടുകാർ പോലീസിലൊരു പരാതി കൊടുത്താൽ പിന്നെ ആകെ കുഴപ്പമാവും. ആൻറ്റി ഇവിടെയുള്ള വിവരം വീട്ടുകാരെ അറിയിക്കാത്തതിന് പോലീസ് എന്നെയായിരിക്കും കുറ്റപ്പെടുത്തുക. ശരിയല്ലേ? പോലീസ് ഒന്നും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല രവിയേട്ടാ. ജാമ്യ വ്യവസ്ഥയുള്ളതുകൊണ്ട് ഞാൻ ആൻറ്റിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സൈൻ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്റ്റേഷനിൽ പരാതി പോയാ ആദ്യം അവരെന്നെയായിരിക്കും വിളിച്ച് ചോദിക്കുന്നത്. അതുമാത്രമല്ല രവി, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഹർഷയോടൊപ്പോ. എന്നിട്ട് ആരും ഹർഷയോ നിന്നെ വിളിച്ച് എൻ്റെ വിവരം ചോദിച്ചില്ലല്ലോ. അപ്പൊ ഇനി സുശീല സ്വന്തം വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ?